കഴുതയെന്ന് വിളിച്ചാലും ഹിന്ദു എന്ന് വിളിക്കരുതേ എന്നു പറഞ്ഞ ആശയഗതിക്കാരുടെ കയ്യിലേക്ക് ഭരണമെത്തി. ഈ മതേതരത്വം എന്ന് പറയുന്നത് തന്നെ ശുദ്ധമേ ക്രൈസ്തവമായ ഒരു അബ്രഹാമിക് കൺസെപ്റ്റാണത്. സാമൂഹ്യ പരിവർത്തനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അടിത്തട്ട് മുതലേ തുടങ്ങണം. വ്യക്തിയിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന്, പ്രകൃതിയിൽ നിന്ന്, ഇതിനെല്ലാം ആധാരമായിട്ടുള്ള സ്വത്വത്തിൽ. അറ്റയും കൂറയൊക്കെ പെരുകുന്നത് ഈ വൃത്തികേടുകളുള്ള സ്ഥലത്താണല്ലോ, അല്ലേ? അങ്ങനെയാണല്ലോ. പക്ഷെ അതിനൊന്നും ഏറെ ആയുസില്ല. ഒരു ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റായിട്ട് അതും അവസാനിക്കും. വന്ദേമാതരം എന്തുകൊണ്ടാണ് ദേശീയ ഗാനമായി അന്ന് അംഗീകരിക്കപ്പെട്ടത്? ത്വംഹി ദുർഗ ദശപ്രഹരണധാരിണി എന്ന് പറയുമ്പോൾ ആ ദുർഗ ഈ ഭാരതമെന്ന നമ്മുടെ പെറ്റമ്മ, ആ അമ്മയുടെ ഒരു രൂപമായിട്ടാണ് കണ്ടത്. കോൺഗ്രസിൽ വലിയൊരു പിളർച്ച ഉണ്ടായി. ആ പിളർപ്പിൽ ഇന്ദിരാഗാന്ധിയോടൊപ്പം ആളുകൾ കുറെ ഉണ്ടായിരുന്നെങ്കിലും തലയ്ക്ക് വെളിവുള്ള ആൾക്കാരുടെ എണ്ണം കുറവുണ്ടായിരുന്നു അന്ന്. ഇപ്പൊ രാഷ്ട്രമെന്നോ ഭാരതമെന്നുള്ള വാക്കുള്ള പ്രോജക്ട്സുകൾ അംഗീകരിക്കില്ലായിരുന്നു ICSR. ഈ 2014 മുമ്പ് വരെ ഈ അമേരിക്കയുടെ രാഷ്ട്രപതിക്ക് ഓരോ ദിവസം രാത്രി ഉറങ്ങുമ്പോൾ കാണുന്ന വെളിപാടുകൾ, ആ സ്വപ്നത്തിനനുസരിച്ച് പിറ്റേ ദിവസം പല പല പരിപാടികൾ പ്രഖ്യാപിക്കുന്ന കൂട്ടത്തിലാണ് ഭാരതത്തെക്കുറിച്ച് ഇത്തരം പ്രഖ്യാപനങ്ങൾ നടന്നത്. പക്ഷെ അപ്പോഴും ഭാരതം ഉറച്ചു നിന്നു. ഭാരതം മുന്നോട്ട് പോവുകയാണ്.